السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറത്തുൽ ബഖറ 264 വരെ ആണ് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയത്. അതിനെ തുടർന്നുള്ള ഏതാനും ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാം. 265 മുതൽ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فمثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. أيود أحدكم أن تكون له جنة من نخيل وعناب تجري من تحتها الأنهار له فيها من كل الثمرات فأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. അപ്പോൾ നമുക്ക് ആദ്യം അതിന്റെ വാക്കർത്ഥം പറയാം. പതിവ് പോലെ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് വിശ്വസിച്ചവരെ
കൊടുത്തത് എടുത്തു പറഞ്ഞും സ്വൈര്യം കെടുത്തിയും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, സ്വതക്കകളെ പാഴാക്കി കളയരുത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ആളുകളെ കാണിക്കാനായി മാത്രം ചെലവഴിക്കുന്നവനെ പോലെ. അതിന്റെ ഉപമ ഒരു ഉറച്ച പാറ, അതിന്മേൽ ഇത്തിരി മണ്ണുണ്ടായിരുന്നു. അങ്ങനെ കനത്ത മഴ പെയ്തു. അതോടെ അത് വീണ്ടും മിനുമിനുത്ത പാറപ്പുറം മാത്രമായി. അവർ അധ്വാനിച്ചതിന്റെ ഫലമൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹു സത്യനിഷേധികളായ ജനത്തെ നേർവഴിയിൽ ആക്കുന്നില്ല. ഇനി 265 വമസലുല്ലദീന യുൻഫിഖൂൻ. മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ഉപമ. വമസലുല്ലദീന യുൻഫിഖൂന, ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ. അംവാലഹും, അവരുടെ ധനം, ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്, മർളാത്തില്ല, അള്ളാഹുവിന്റെ റിള, വതസ്ബീതം മിൻ അൻഫുസിഹിം, നിശ്ചയദാർഢ്യത്തോടെ, കമസലി ജന്ന, അതൊരു തോട്ടം പോലെയാണ്, ബിറബ്വ, ഒരു ഉയർന്ന സ്ഥലത്തുള്ള തോട്ടം, അസ്വാബഹ, അതിന് കിട്ടി, വാബിലുൻ, വാബിൽ നമ്മൾ അതിന് മുമ്പ് പഠിച്ചതാണ്, കനത്ത മഴ, വലിയ മഴ. ഫആതത്, അത് നൽകി, ഉക്കുലഹ, അതിന്റെ ഫലം, ളിഅഫൈൻ, ഇരട്ടിയായിട്ട് നൽകി. ഫഇൻ ലം യുസിബ്ഹ, ഇനി അതിന് കിട്ടിയിട്ടില്ല, വാബിലുൻ, പെരുമഴ, ഫതല്ലുൻ, കിട്ടിയതൊരു ചാറ്റൽ മഴയാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷ്മമായി കാണുന്നവനാണ്. അയവദ്ദു, ഇഷ്ടപ്പെടുമോ, അഹദുക്കും, നിങ്ങളിൽ ഒരുവൻ, അൻ തകൂന, അവന് ആയിത്തീരാൻ അല്ലെങ്കിൽ ഉണ്ടാവാൻ, ലഹു ജന്നത്തുൻ, ഒരു തോട്ടം, മിൻ നഖീൽ, ഈത്തപ്പനയുടെ, വഅനാബ്, മുന്തിരിയുടെ, വതജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അതിന്റെ താഴ്ഭാഗത്തൂടെ, അൽ അൻഹാർ, നദികൾ, ലഹു, അവനുണ്ട്, ഫീഹ, അതിൽ, മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളും ഉണ്ട്, വഅസ്വാബഹു, അവന് ലഭിച്ചു അല്ലെങ്കിൽ അവനെ ബാധിച്ചു, അൽ കിബർ, വാർദ്ധക്യം ബാധിച്ചു, വലഹു, അവനുണ്ട്, ദുരിയത്തുൻ, കുട്ടികൾ, ദുഅഫാ, ദുർബലരായ കുട്ടികൾ, കൊച്ചുമക്കൾ, ചെറിയ മക്കൾ, അല്ലെങ്കിൽ സ്വന്തം നിലക്ക് കഴിവില്ലാത്ത കുട്ടികൾ. അസാബഹ, അപ്പൊ അതിനെ ബാധിച്ചു, ഇഅ്സാർ, കൊടുങ്കാറ്റ്, ഫീഹി നാറുൻ, അതിൽ തീയുണ്ട്, ഫഹ്തറഖത്, അങ്ങനെ അത് കരിഞ്ഞു, കദാലിക, അപ്രകാരം, യുബയ്യിനു, വിശദീകരിക്കുന്നു, അല്ലാഹു, ലക്കും, നിങ്ങൾക്ക്, അൽ ആയാത്ത്, അടയാളങ്ങൾ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, മിൻ തയ്യിബാത്ത്, നല്ലതിൽ നിന്ന്, മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ച, വമിമ്മാ അഖ്റജ്നാ, നാം ഉൽപ്പാദിപ്പിച്ചതിൽ നിന്നും, ലക്കും, നിങ്ങൾക്ക്, മിനൽ അർദ്, ഭൂമിയിൽ, വലാ തയമ്മമു, നിങ്ങൾ കരുതരുത്, ഉദ്ദേശിക്കരുത്, അൽ ഖബീസ, ചീത്ത വസ്തുക്കൾ, മിൻഹു തുൻഫിഖൂൻ, അതിൽ നിന്ന് ചെലവഴിക്കാൻ, വലസ്തും, നിങ്ങൾ ആയിരിക്കുകയില്ല, ബി ആഖിദീഹി, അത് സ്വീകരിക്കുന്നവർ, ഇല്ലാ അൻ തുഅ്മിളൂ ഫീ, നിങ്ങൾ അതിന്റെ നേരെ കണ്ണടച്ചല്ലാതെ. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഗനിയ്യുൻ ഹമീദ്, സ്തുത്യർഹനും
അനാശ്രയൻ വലിയ ഐശ്വര്യവാനും ആകുന്നു. അശ്ശൈത്വാൻ, ശൈത്താന് യഇദുക്കും നിങ്ങളെ പേടിപ്പിക്കുന്നു, അൽ ഫഖ്ർ ദാരിദ്ര്യത്തെ പറ്റി പേടിപ്പിക്കുന്നു, വയഅ്മുറുക്കും നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു, ബിൽ ഫഹ്ശാ നീചവൃത്തികൾ, വല്ലാഹു യഇദുക്കും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു, മഗ്ഫിറതൻ മിൻഹു അവനിൽ നിന്നുള്ള പാപമോചനം, വഫദ്ല അനുഗ്രഹവും, അല്ലാഹു വാസിഉൻ അലീം അള്ളാഹു ഏറെ വിശാലതയുള്ളവനാണ്, സർവജ്ഞനാണ്. യുഅ്തി അവൻ നൽകുന്നു, അൽ ഹിക്മ തത്വജ്ഞാനം നൽകുന്നു, മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വമൻ യുഅ്ത അത് നൽകപ്പെട്ട ആൾക്കാര്, അൽ ഹിക്മ തത്വജ്ഞാനം, ഫഖദ് ഊതിയ അവൻ തീർച്ചയായും നൽകപ്പെട്ടിരിക്കുന്നു, ഖൈറ ഏറ്റവും നല്ലത്, കസീറൻ ധാരാളമായി, പാഠം ഉൾക്കൊള്ളുന്നില്ല, ഇല്ലാ ഉലുൽ അൽബാബ് ബുദ്ധിമാന്മാരല്ലാതെ പാഠം ഉൾക്കൊള്ളുന്നില്ല. ഇതാണ് ഇതിന്റെ വാക്കർത്ഥം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് വായിക്കി. ആയത്ത് മുതൽ നമ്മളിപ്പോ എടുത്ത മുതൽ ഓതലൊന്നും ഇല്ലേ ഇപ്പൊ മുമ്പത്തെ മാതിരി? ഒച്ചല്ലാത്ത മാത്രല്ല ഓതുന്നില്ല, ഓതാൻ വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പിന്നെ സൗകര്യം പോലെ ഓതിക്കോളി. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ ദാനധർമ്മങ്ങൾ പാഴായി പോകുന്ന ആളുകളുടെ ഉദാഹരണമായിരുന്നു അല്ലെ. ഒരു പാറപ്പുറത്ത് ഒരല്പം മണ്ണുണ്ടായിരുന്നു, അത് മഴ പെയ്തപ്പോൾ ഒലിച്ചുപോയി, പിന്നെ പാറ ബാക്കിയായി. ഇതാണ് അവരുടെ സംഗതി. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരെ കുറിച്ചും ചെലവഴിക്കുന്നതിന്റെ രീതി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുമാണ് ഈ ഓതി ആയത്തുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിക്കണം, കയ്യിലുള്ള പൈസ ചെലവാക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിശുക്ക് പാടില്ല, പിടിച്ചു വെക്കരുത്, ലുബ്ധ ഉണ്ടാവരുത് എന്ന് നമുക്കറിയാം. അതേ സമയത്ത് ദൂർത്തടിക്കാനും പാടില്ല. അപ്പൊ നമ്മൾ ചെലവാക്കണം. പക്ഷെ എങ്ങനെയാണത് ചെലവാക്കേണ്ടത്? വെറുതെ അങ്ങ് ചെലവാക്കി വിട്ടാ പോരാ. അപ്പൊ അതിനുണ്ട് ചില മര്യാദകളൊക്കെ. അതെന്താന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതില് തുടക്കത്തിൽ തന്നെ പറയുന്നത് അപ്പോ ചെലവഴിക്കുന്നതിന്റെ ഒന്നാമത്തെ, നല്ല മനുഷ്യന്മാർ ചെലവഴിക്കുന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ അടിസ്ഥാനപരമായ കണ്ടീഷൻ, പ്രഥമവും പ്രധാനവുമായത് എന്താണെന്ന് വെച്ചാൽ ഈ മർലാത്തില്ല, അള്ളാഹു താലയുടെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ചെലവഴിക്കേണ്ടത്. അവരെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തസ്ബീത്തമിൻ അൻഫുസിഹിം, നിശ്ചയദാർഢ്യം. തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരു പദമാണ് അല്ലെ. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് നമ്മൾ ചൊല്ലും ഖബറിലേക്ക് മയ്യത്ത് വെച്ച്. തസ്ബീത്ത് അല്ല എന്നാണ് ഇനി പറയാ. എന്ന് പറഞ്ഞാൽ ഉറപ്പ്. സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞാൽ ഇതാ, ഇനി മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ അതിന് മറുപടി പറയാനുള്ള ഒരു ഉറപ്പുണ്ടാവണം എന്നാണ്. അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നതൊരു പ്രാർത്ഥനയാണ് ഈ സബീലിക്ക്, നിന്റെ മാർഗത്തിൽ. അതാണ് തസ്ബീത്ത്. നിശ്ചയദാർഢ്യം ഉണ്ടാവുക, ചെലവഴിക്കുന്നിടത്ത് നിശ്ചയദാർഢ്യം ഉണ്ടാവുക, തന്നെത്താൻ ഉറപ്പുണ്ടാവുക. മിൻ അൻഫുസിഹിം, അവരുടെ സംഗതിയിൽ തന്നെയാണ് അവർക്ക് ഉറപ്പുണ്ടാവേണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞാൽ
ആരൊക്കെയോ നിർബന്ധിച്ചിട്ടു ഇടങ്ങേറാക്കിയിട്ടുള്ള കൊടുക്കലല്ല. ഇതാ ഞാനിപ്പോ പിന്നെ എന്റെ അടുത്തും വരികയാണ്, ബനിയാൾ ഔക്കർക്ക 25,000 തന്നാണ് എന്ന് പറയുമ്പോ ഇയാൾക്കൊരു സമ്മർദ്ദമായി. അത് ശരി, ഓൻ എത്ര കൊടുത്തു, അപ്പൊ ഞാൻ ആരാ എന്നുള്ളൊരു തോന്നലുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് അള്ളാന്റെ തൃപ്തിക്കല്ല കൊടുക്കണത്, പിന്നെ ആർക്കും വേണ്ടിയിട്ടാണ്? ഞാൻ മോശാവരുത് ആരെക്കാളും മറ്റാളെക്കാളും. അതാണ്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഒന്നോട് ചോദിക്കാം, അല്ല നിങ്ങൾ മുമ്പ് തന്നോ? അല്ല, തരുന്ന് പറഞ്ഞിക്കണ്. തരുന്ന് പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ ആദ്യം വാങ്ങി വരും. അതന്നെ പറഞ്ഞു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, പിരിവ് വാങ്ങുന്നവനും അവന്റെ ഐഡിയ അനുസരിച്ച് ഇങ്ങനൊക്കെ പറയും. പക്ഷെ കൊടുക്കുന്നവനെ സംബന്ധിച്ച് അപ്പൊ ഇവിടെ പറയുന്നു, അതായത് ഈ സമ്മർദ്ദ ഫലം പ്രോത്സാഹനാകാം, എല്ലാവരും ചെയ്യുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിൽ സഹകരിക്കണം. എന്താണ്, ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ട്, അതിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്, നമ്മളും ഇത് എല്ലാവരും സഹകരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോത്സാഹനമാണ്. അതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അള്ളാഹുവിന്റെ രവക്ക് വേണ്ടി തന്നെയാണ് എന്നാലും ഒരു 200 റുപ്യേന് കൊടുക്കേണ്ടത്. അതേസമയം സ്വന്തമായി ഉറപ്പൊന്നുമില്ല, അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ടുമില്ല, ഒരു നിശ്ചയദാർഢ്യം ആ വിഷയത്തിൽ ഇല്ല, അള്ളാഹുവിന്റെ രവ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ സമ്മർദ്ദത്തിൽ കൊടുക്കുകയാണ്, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ആളുകളുടേത് യഥാർത്ഥത്തിൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ് അല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കലല്ല. അവരുടെ മാർഗം വേറെയാണ്. അപ്പൊ അതിന് ചിലപ്പോ അവർക്ക് ദുനിയാവിൽ നിന്ന് കിട്ടിയേക്കാം, ചിലപ്പോ കിട്ടാതെയും പോയേക്കാം. പൈസ പോയി തന്നെ ഉണ്ടാവുള്ളൂ. അന്ന് മൊത്തം നോക്കും. അത് രണ്ട് നിലക്കുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ ഈ പിരിവിന്റെ ഒരു നിലവാരം എന്താന്ന് മനസ്സിലാവാനാണ് നോക്കണമെങ്കിൽ നോയിക്കോട്ടെന്ന് വെച്ചാൽ മതി, പ്രശ്നമില്ല. അതേസമയം മറ്റോൻ കൊടുത്തതിനനുസരിച്ച് എനിക്ക് എന്നത് വരുമ്പോഴാണ് അതിൽ പ്രശ്നം വരിക. ചില ആളുകൾ കളക്ഷന് പോയാല് അവര് പറയുന്നത് കേട്ടാല് കൊടുക്കേണ്ട ആൾക്ക് മനസ്സിലായി കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇതിന് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് മനസ്സിലാവൂല. നിങ്ങൾ വേണ്ട പോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ 500 റുപ്യ കൊടുത്താൽ മോശമായി പോകും, ചിലപ്പോ 25,000 കൊടുത്താലും മോശമായി പോകും, കാരണം അത്ര മുമ്പ് ഉദ്ദേശം ഉണ്ടാവൂല. അപ്പൊ ഇതുകൊണ്ട് നിലവാരം അറിയാന്ന് പറയുന്ന സംഗതി. അതിന് നല്ല എന്താന്ന് വെച്ചാൽ പോണ ആള് പറയലാണ്, നിങ്ങളിൽ നിന്ന് ഇത്രയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇവിടെ പറയണത് എന്താന്ന് വെച്ചാൽ, ഈ അള്ളാഹുവിന്റെ റിള പ്രതീക്ഷിക്കുകയും നിശ്ചയദാർഢ്യം ഉണ്ടാവുകയും ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ, അവരെ ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ആരും അഭിനന്ദിച്ചില്ലെങ്കിലും, അവർക്ക് VIP പരിവേഷം നൽകിയിട്ടില്ലെങ്കിലും അവർ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വലിയ തന്നെ കൊടുക്കും. അങ്ങനെ കൊടുക്കും എന്നുള്ളത് അവരെ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകം കുപ്പായിട്ട കസാരല്ല ഇരുത്തണമെന്നൊന്നുമില്ല. കല്യാണപ്പുര 2 ജാതി കസാര ഉണ്ടാവും പലരും, അല്ലെ? കുപ്പായിട്ട കസേരയും കുപ്പായിടാത്ത കസേരയും ഉണ്ടാവും. അപ്പൊ അവിടെ ചില ആൾക്കാർക്കൊക്കെ അവിടെ എത്തിയിട്ടില്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എന്നെ മോശമാക്കി കളഞ്ഞു എന്നുള്ള ചില സംഗതികളുണ്ട്. ചില ആൾക്കാർ പള്ളിയിലും വന്നിട്ട് സ്ഥിരം സ്ഥലം ഉണ്ടാവും, അവിടെ വേറെ ആരും ഇരുന്ന ദേശം വരും. അങ്ങനെ പള്ളിയിൽ ഇമാമിന് മാത്രമേ റിസർവേഷൻ ചെയ്യാൻ പാടുള്ളൂ സ്ഥലം, വേറെ ആർക്കും റിസർവ് ചെയ്യാൻ പാടില്ല എന്ന്. ആദ്യം വരുന്ന ആളാണ് ആദ്യം ഇരിക്കേണ്ടത്. പക്ഷെ ആദ്യം അയാൾ തന്നെ വരുന്നെങ്കിൽ അയാൾ നാട് ഇരിക്കും, അതിന് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അയാളെക്കാൾ മുമ്പ് വരാൻ നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്വന്തം നിലക്ക് തന്നെ സ്വയം പ്രേരണയോടുകൂടി തന്നെ കൊടുക്കുന്ന ആൾക്കാര് കൊടുക്കുന്നതിന്റെ ഉദ്ദേശവും എന്താണ്? അള്ളാഹുവിൽ നിന്ന് കിട്ടണം എന്നതാണ്. അതിലെവിടെയെങ്കിലും ഒരു അല്പം കുറവുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുന്ന അമലായിരിക്കൂല. ആ കുറവ് പല നിലക്കുമാണ് പ്രകടിപ്പിക്കപ്പെടുക. ചില ആൾക്കാർ കൊടുക്കുമ്പോ അങ്ങ് കൊടുക്കും, പിന്നെ അത് ആരോടെങ്കിലും പറയാഞ്ഞാൽ അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല, ഉറങ്ങാൻ കഴിയൂല. അപ്പൊ അയാൾ എന്ത് ചെയ്യും വെച്ചാൽ പല ആളുകളോടും അത് പറയും. അതോട് കൂടിയിട്ട് എന്തായെന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു സംഗതിയുടെ മാറ്റ് കുറഞ്ഞു പോയി, മികവ് കുറയും.
തങ്കത്തിന്റെ അകത്ത് എത്ര ചെമ്പ് കൂട്ടുന്നോ ആ കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്താവും, മാറ്റ് കുറയാണ് ചെയ്യുക. അപ്പോൾ ആ തങ്കം തനിത്തങ്കമായിട്ട് നിൽക്കണമെങ്കിൽ ആ ചെമ്പ് മൊത്തം ഒഴിവാക്കി ഉരുക്കി നന്നാക്കി എടുക്കണം. അങ്ങനെ നന്നാക്കി എടുക്കുന്ന അമലുകളാണ് അള്ളാഹുവിന് തൃപ്തിയുള്ളത്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടും ചെലവഴിക്കുന്നവന്റെ ഉപമ കമസലി ജന്ന, അതൊരു തോട്ടം പോലെയാണ്. ബിറബുവത്തിൻ, അതൊരു ഉയർന്ന സ്ഥലത്താണ്. അസ്വാബഹ, അതിന് എന്താണ് കിട്ടി, വാബിലുൻ, കനത്ത മഴ. ഫാതതുകുലഹ, അപ്പോൾ അത് ഫലം നൽകി, ദഅഫൈൻ, ഇരട്ടിയായിട്ട്. അപ്പോ എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാല് ആകെ ചളിക്കെട്ടും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥലം, എന്നാൽ വരൾച്ച കൊണ്ട് വിണ്ട് കീറി നാശമായിട്ടില്ലാത്ത സ്ഥലം, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ വിളയുന്ന തോട്ടം പോലെയാണ്. ആ വിളകളെ നശിപ്പിച്ച് കളയുന്ന സാഹചര്യമൊന്നും അതിനില്ല. അപ്പൊ അവിടെ വലിയൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താവും, ഇരട്ടിയായിട്ട് ഉണ്ടാവും. ഇനി അങ്ങനെ ഒരു വലിയ മഴയൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, ഒരു ചാരൽ മഴ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, എന്നാലും അവിടെ എന്തുണ്ടാവും, കൃഷിയൊക്കെ ഉണ്ടാവും. അത് ഇല്ലാണ്ടായി പോകൂല. അള്ളാഹു ബിമാ വല്ലാഹു ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ബസീറായവനാണ് അള്ളാഹു. എന്ന് പറഞ്ഞാൽ അതീവ സൂക്ഷ്മതയുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ ബസീറത്ത് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അള്ളാഹ്ക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹ്ക്ക് തന്നെ എന്ത് ചെയ്യാം, ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ തൂക്കം എന്താണ് എന്നറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എത്ര CCTV വെച്ചാലും നമുക്ക് ഭൗതികമായി അത് എന്താന്നേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണെങ്കിലും അള്ളാന്റെ അടുത്ത് ചിലപ്പോ അതിന് നയാ പൈസന്റെ വില ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഒന്നും അവന്റെ നീയത്ത് നേരെ ആയിരിക്കൂല, അല്ലെങ്കിൽ ആ കൊടുക്കണ പൈസ വിശുദ്ധായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അവൻ ആ കൊടുക്കുന്നത് അവൻ കൊടുക്കേണ്ട അത്ര ആയിരിക്കുകയില്ല. കൊടുക്കേണ്ട അത്ര ആയിരിക്കൂല എന്ന് പറഞ്ഞാല് സംഗതി 10 ലക്ഷം ഉണ്ട്, പക്ഷെ 10 ലക്ഷം വലിയൊരു സംഖ്യയൊക്കെ തന്നെയാണ്. പക്ഷേ അയാളെ സംബന്ധിച്ച് അയാൾ 10 ലക്ഷം അല്ല കൊടുക്കേണ്ടത് എങ്കിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സക്കാത്ത് കമ്മിറ്റീനെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം റുപ്യ തന്ന ആളെ നമ്മള് വല്ലാണ്ടൊന്ന് ബഹുമാനിച്ചു, ആദരിക്കും, ഉഷാറാണെന്ന് പറഞ്ഞു. പക്ഷെ സക്കാത്ത് ശരിക്ക് കണക്കൂട്ടിയ അയാൾ കൊടുക്കേണ്ട 10 ലക്ഷം അല്ല. അതേ സമയത്ത് 12,000 റുപ്യ തന്നൊരു മനുഷ്യനുണ്ട്, അയാൾക്ക് ഒരു റെസീറ്റ് അങ്ങ് കൊടുക്കുകയുള്ളൂ നമ്മള്. കാരണം എന്താ, 12,000 റുപ്യ എന്നുള്ളത്. പക്ഷെ അയാള് ചിലപ്പോൾ കണക്ക് നോക്കുമ്പോ എന്താണ്, പൂർണ്ണമായി തന്ന ആളായിരിക്കും. അപ്പൊ ഭൗതികമായി സംഖ്യ കൂടുമ്പോഴാണ് നമ്മൾ പോലെ VIP എന്നുള്ളത് VIP എന്ന് ഒരു വിയും കൂടി പുറത്തിട്ട് കൊടുക്കും. പിന്നെ വേറെ എന്തെല്ലൊക്കെ ആവും. പക്ഷെ അതേ സമയം അള്ളാഹുവിന്റെ ബസീറത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമല്ല, അതിന്റെ ഒക്കെ അപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഈ കൂടുതൽ സംഖ്യ തന്ന ആൾക്ക് തന്നെ ആയിരിക്കും കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടാവുക, ചിലപ്പോ ചെറുത് തന്ന ആൾക്കായിരിക്കും ശ്രേഷ്ഠത ഉണ്ടാവുക. അതൊക്കെ അയാളുടെ നീയത്തും അയാളുടെ കണക്കും അയാളുടെ സമ്പത്തിന്റെ ശുദ്ധിയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് കിട്ടുന്ന കാര്യമാണ്. മനസ്സിലായിരുന്നല്ലേ? ഓക്കെ. ഇനി ചോദ്യം, ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ചോദ്യം, അയവദ്വഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ത്, നല്ല ഒരു തോട്ടം. ആ തോട്ടത്തെ ഇങ്ങനെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ക്ലാസ്സിലൊന്നും ഇരിക്കണ്ട, നിങ്ങൾ മനസ്സാ ആ തോട്ടത്തിലേക്കൊന്ന് പോ. എന്ത് നല്ല തോട്ടാണത്! ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ നല്ല നമ്മളെ പാട്ടില് തുടുത്ത സിക്കു എന്ന് പാടുന്നില്ലേ, നല്ല നല്ല തുടുത്ത നല്ല പഴങ്ങൾ ഉള്ള നല്ല തോട്ടം. ആ സൂറത്തുൽ കഹ്ഫിലും പറയുന്ന ആ തോട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്. അപ്പൊ ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ തോട്ടം ഈത്തപ്പഴവും മുന്തിരിയും വിളയുന്ന തോട്ടമാണ് എന്ന് മനസ്സിലാവും നമുക്ക്. കാരണം ഇവിടെ അത് പറയുന്നുണ്ട്, അവിടെ അത് പറയും. അപ്പൊ നല്ല ഈത്തപ്പഴം,
നല്ല മുന്തിരി വിളഞ്ഞു നിൽക്കുകയാണ്. ഇടവിളകളൊക്കെ വേറെയുണ്ട്. നല്ല കുളിർമയുള്ള മനോഹരമായ തോട്ടമാണ്. അതിൻ്റെ ഇടയിലൂടെ ആറുകൾ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ നല്ല മറ്റേ ജാതി കോഴി വേസ്റ്റ് ഉള്ള ജാതി വെള്ളം ഒലിക്കല്ല, നല്ല അൻഹാറാണ്. അങ്ങനെ പുഴ ഒഴുകുന്ന ഒരു തോട്ടം നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. എത്ര മനോഹരമായിരിക്കും അത്. അവിടെ നമുക്ക് വെറുതെയെങ്കിലും പോയി ഇരിക്കാൻ തോന്നും, അല്ലേ? നമുക്ക് വേഗം അവിടെ പോയി ഇരിക്കാൻ തോന്നും, അവിടെ തന്നെ ചെലവഴിക്കാൻ തോന്നും. അങ്ങനെയുള്ള മനോഹരമായ ഒരു തോട്ടം. ആ തോട്ടത്തിന്റെ ഉടമക്ക് പക്ഷേ വയസ്സായിരിക്കുന്നു, വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. അയാളെ മക്കളാണെങ്കിലോ സമ്പാദിക്കാനുള്ള സമയം ആയിട്ടുമില്ല, ദുർബലരായ കുട്ടികളാണ്. അങ്ങനെ ഇയാളുടെ ആകെ സമ്പാദ്യമായ മനോഹരമായ ഫലഭൂയിഷ്ടമായ ഈ കൗതുകമുണർത്തുന്ന നല്ല തോട്ടമാണ് അയാളുടെ സമ്പാദ്യം. പക്ഷെ അപ്പോഴതാ ഒരു തീക്കാറ്റ് വരികയുണ്ട്. ആ തീക്കാറ്റ് അത് ഏറ്റുകൊണ്ട്, അത് ചിലപ്പോൾ എന്താ പറയാ, ഇടിമിന്നലാവാം, അതല്ലെങ്കിൽ കാറ്റ് തന്നെ, അങ്ങനെയുള്ള കാറ്റാവാം. പലതരം കാറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിപ്പോ പുതിയ പുതിയ പേരിടാണ് കാറ്റിനും, അല്ലെ? വെള്ളപ്പൊക്കത്തിനും കാറ്റിനും ഒക്കെ പേരെന്തിട്ടാലും മനുഷ്യന് അതൊന്നും താങ്ങാനുള്ള കരുത്തില്ല എന്നാണ്. അപ്പോ അങ്ങനെയുള്ള കാറ്റേറ്റ് ആ തോട്ടം അപ്പാടെ എന്തായിപ്പോയി, കരിഞ്ഞുപോയി. മനസ്സിലായോ? ഇങ്ങനെ ആവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുവോ? അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണ അല്ല നമുക്ക് ഉപമകൾ പറഞ്ഞു തരാണ്. അപ്പൊ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ ആകെ സമ്പാദ്യമായ ഒരു നല്ല തോട്ടം, ആരും കണ്ടാൽ ഇമ്പം തോന്നുന്ന തോട്ടം. പക്ഷേ ഒരു തീക്കാറ്റേറ്റ് അതൊന്നാകെ അങ്ങോട്ട് നശിച്ചു പോയാൽ, കുട്ടികളും ആണെങ്കിൽ എന്താണ്, ആ കുട്ടികൾക്ക് ഒരു വാർദ്ധക്യ സമയത്ത് നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ആഗ്രഹം എന്തായിരിക്കും വെച്ചാൽ, മക്കൾക്ക് നല്ലവർക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്നതായിരിക്കും ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും. അൽഹംദുലില്ലാ, എൻ്റെ കുട്ടികൾക്കൊക്കെ ഉള്ള എല്ലാ സംഗതികളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ടായി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇതുണ്ട് അതുണ്ട്. സ്വന്തത്തെ കുറിച്ചുള്ള ചിന്ത ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിടും. പിന്നുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടായിട്ട് മാറും. അങ്ങനെ മക്കൾക്ക് ഉണ്ടല്ലോ എന്ന ഒരു രീതിയിലാണ് അവര് മക്കളെ ചീത്ത അറിയണത് പോലും. എന്തിനാന്ന് വെച്ചാൽ, എനിക്കും വേണ്ടി ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ നല്ലവർക്ക് നോക്കി നടത്തുന്നില്ലല്ലോടോ എന്ന്. അപ്പൊ ഓനും വേണ്ടി തന്നെ അവനെ ചീത്ത അറിയും. ഓനെ തിരിയില്ല അന്നേരം, വേറെ കാര്യം. മൂപ്പര് മരിച്ചാലേ തിരിയുള്ളൂ. അപ്പോ അങ്ങനെ കുട്ടികൾക്ക് എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. പക്ഷേ അത് നശിച്ചു പോയാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ ഇത് തോട്ടത്തെക്കുറിച്ചും ഈത്തപ്പഴത്തെക്കുറിച്ചും മുന്തിരിനെ കുറിച്ചും ഒന്നും അല്ല ഇത് പറയുന്നത്. ഇത് നമ്മുടെ അമലിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അമല് നല്ല അമലാണ് എന്ന് പറഞ്ഞാൽ, നിസ്കരിച്ചിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, അതല്ലെങ്കിൽ സ്വതക്ക ചെയ്തിട്ടുണ്ട്, എല്ലാം ഉഷാറാണ്. അപ്പോ അനന്തരഫലം ആലോചിക്കുമ്പോൾ വളരെ മഹത്തരമാണ്. സ്വർഗം ഇങ്ങോട്ട് കിട്ടിച്ചാൽ മതി, സ്വർഗം എന്തായാലും കിട്ടൂ, അത്രയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ മരണാസന്നനാകുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഇനി പുതിയതായിട്ടൊന്നും സമ്പാദിക്കാനോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനോ എന്നുള്ള നേരമില്ലാത്ത ഒരു ഘട്ടം വന്നപ്പോൾ ഈ അമലുകളെല്ലാം അതങ്ങട്ട് നിഷ്ഫലമായി പോയാലോ? ഒരു തീക്കാറ്റ് വന്ന് ഈ തോട്ടം കരിഞ്ഞു പോയതുപോലെ കൊടുത്ത സ്വതക്കകളും നിസ്കരിച്ചതും എല്ലാം അങ്ങട്ട് ബാത്തിലായി പോയാലോ? അങ്ങനെ ബാത്തിലായി പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? കാരണം എന്താണ്, ഇനി എന്നാ പിന്നെ ഉള്ളതൊക്കെ പോട്ടെ, ഞാൻ ആദ്യം മുതൽ തുടങ്ങാൻ വെക്കാനൊന്നും കഴിയൂല, അതിനുള്ള നേരമില്ല, അല്ലേ? എന്തായിപ്പോയി? നേരം കഴിഞ്ഞ്. ഇനി മുമ്പിൽ മലക്കുൽ മൗത്തിന്റെ വരവാണ്. അപ്പൊ മലക്കുൽ മൗത്തിന് ഇങ്ങനെ വരുമ്പോ ഇയാളെ നല്ല ഉഷാറിലേക്കാണ്, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഒന്നുമില്ല, എല്ലാ അമലും ബാത്തിലായിരുന്നു. അപ്പോ ഇനി മലക്കുൽ മൗത്തിനോട് ഇനി ഒന്ന് പ്ലീസ് വെയിറ്റ്, ഞാൻ പോയിട്ട് കുറച്ചുകൂടി ഉണ്ടാക്കട്ടെ എന്ന് പറയാൻ നേരമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ കുറിച്ച്
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളുടെ പരിശുദ്ധി ജാഗ്രതയോടുകൂടി കാത്തു സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുക, സംഗതി കുറെയൊക്കെ ചെയ്തിട്ടുണ്ടാവും, അവസാനം നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കുറെ അധ്വാനിച്ചിട്ടുണ്ട്, കുറെ പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ ആ പണിയെടുത്തൊന്നും ബാക്കി ഉണ്ടാവില്ല, ഒക്കെ വെറുതെ പോയിട്ടുണ്ടാവും. അപ്പൊ എന്ത് വേണം? അള്ളാഹുവിൽ നിന്നുള്ള റിള ആഗ്രഹിക്കുന്നതിൽ പങ്കുകാര് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിക്ക് പുറമെ വേറെ ചിലത് കൂടി കടന്നുകൂടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കടന്നുകൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ അമലുകൾ ബാത്തിലായി പോകും. ആ അമലുകൾ ബാത്തിലായി പോയാൽ പിന്നെ രക്ഷ ഉണ്ടാവൂല, വേറെ സമ്പാദിക്കാനും നേരം കിട്ടൂല. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിക്കുകയും സ്വയം തന്നെ തീരുമാനം എടുക്കുകയും ചെയ്യണം. സ്വാലിഹായ അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വയം തീരുമാനം എടുക്കണം. ഇനി നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് ഇങ്ങനെ പ്രസ്താവനക്ക് ഇറക്കി. ഇനി അള്ളാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ. അള്ളാഹിന്റെ ഒരു വിളി ഉണ്ടെങ്കിൽ പഠിച്ചവനെ നമ്മൾ എന്തെല്ലാം വിളിക്കുക അല്ലെ? അള്ളാഹുവിലേക്ക് ചേർത്ത് ഏറ്റവും നല്ല നിൽക്കാണ് വിളിക്കുന്നത്. നന്നാവണമെങ്കിൽ നല്ലത് വിളിക്കണം കേട്ടോ. ഒരാള് നന്നാക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ മോനെ നല്ലത് വിളിക്കണം. എടാ ഹംക്കെ എന്നും വിളിച്ചിട്ട് ഒരു സംഗതി പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ആ വിളിയോട് കൂടി തന്നെ ഓൻ എന്താ ചെയ്യണ്? ഓൻ ഹംക്കായി കഴിഞ്ഞു. ഹംക്കായ ഒരാള് പിന്നെ അങ്ങനെ നന്നാക്കാനാണ്. അപ്പൊ ആദ്യം വിളിക്കുമ്പോ നല്ലത് വിളിക്കണം. മുനാഫിക്കുകളെ പോലും അള്ളാഹ് വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു. കാരണം ഓല് പറയണേ ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്നാണ്. ആയിക്കോട്ടെ, നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ, ശരി മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ സുന്നത്ത് ജമാഅത്താന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കേണ്ടത്, സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്നാലേ ഒരു സുന്നത്ത് ജമാഅത്താവൂ. നമ്മളെ പ്രബോധനങ്ങൾ ദിശ മാറിപ്പോണ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ വിളിക്കന്നെ ബെടക്കാണ്. അങ്ങനെ ബെടക്ക് വിളിച്ചാൽ പിന്നെ ഒന്നാവും. അള്ളാഹ്ക്ക് മോനുണ്ട് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ അള്ളാഹ് വിളിച്ചത് യാ അഹ്ലൽ കിതാബ്, കിതാബിന്റെ ആൾക്കാരെ. ശരിക്ക് എത്ര വലിയ കടുത്ത വർത്താനാണ് അവര് പറഞ്ഞത്. കടുപ്പുള്ള വാക്കാന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹ്ക്ക് മോനുണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ വളരെ ഗുരുതരമായ വാക്കാണ്. ആ ഗുരുതരമായ വാക്ക് പറഞ്ഞവരെ പോലും അള്ളാഹ് വിളിക്കുന്നത് അള്ളാന്റെ കിതാബിനോട് ചേർത്തിട്ടാണ്. അഹ്ലുൽ കിതാബ്, അല്ലയോ കിതാബ്. ഒരു കിതാബിന്റെ ആൾക്കാരാ? കിതാബിന്റെ ആൾക്കാരാണ് എങ്ങനെ പറയൂ? ഒരു കിതാബിൽ കൃത്രിമം കാണിച്ചവരാണ്. അവര് കിതാബ് മാറ്റിമറിച്ചവരാണ്. അവര് കിതാബിനെ ദുർവ്യാഖ്യാനം ചെയ്തവരാണ്. കിതാബിൽ നിന്ന് ചിലതെടുക്കുകയും ചിലത് ഒഴിവാക്കുകയും ചെയ്തവരാ. എന്നിട്ടും അള്ളാഹ് വിളിക്കുകയാണ് യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാര്. അല്ലെ? നബിയെ ഉപദ്രവിച്ച ആൾക്കാരെയും നബി വളരെ മാന്യമായിട്ടാണ് വിളിച്ചത്. യാ മാഷറ ഖുറൈശ്. ഓൾക്ക് ഇഷ്ടാ ഖുറൈശികളെ വിളിക്കുന്നത്, വലിയ ഖുറൈശികളാണല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ചു. എന്താ പ്രശ്നം? യാ അബസി, എന്റെ പൊന്നാരപ്പച്ചേ എന്നാണ് ആര് വിളിച്ചേ? ഇബ്രാഹിം നബി വിളിച്ചു. മോന് ധിക്കാരം കാട്ടി എന്ത് വെള്ളം പാപ്പ ഇങ്ങക്ക് എന്തുണ്ട്? ഇങ്ങക്കുണ്ട കാറ്റ്? ഈ വെള്ളമൊക്കെ എന്താപ്പോ? ഞാൻ എന്താക്കൂ? ആ മലിന്റെ മുകളിൽ കയറി വെക്കൂ. ഇബ്രാഹിം അപ്പൊ നൂഹ് നബിക്ക് അറിയാം ഇതങ്ങനെ മലിന്റെ മുകളിൽ കയറിയാ കഴിച്ചിലാവൂല. മോനജി കേറിക്കോ എന്ന് പറയും. പിന്നെ അവൻ പറയും ഞാൻ ഇനിയിപ്പൊ അതിന്റെ വെള്ളം ആ മരത്തുമ്പ് കയറിക്കോളൂ. അപ്പോഴും നൂഹ് നബി വിളിക്കുന്നു യാ ബുനയ്യ, എന്റെ ചക്കര കുട്ട, പൊന്നാര മോനെ എന്നാണ്. അല്ലാണ്ട് മറ്റേതല്ല വിളിക്കണത്. നമ്മളൊരു നേരം നിസ്കരിച്ചില്ലെങ്കിലോ ഖുർആൻ ഓതിയില്ലെങ്കിലോ മക്കളെ എന്താ വിളിക്കുക? പൊന്നാര മോനെ, ചക്കര കുട്ട, ഇജ്ജ് സുബഹിസ്കരിച്ചോന്നാണോ? അല്ലെ നേരത്തെ ജാതി വിളിച്ചതിന്റെ അല്ലെ വേറെ മോനെ മോനെ എന്നാണോ? മോനെ വിളിക്കുമ്പോ മൃഗത്തിന്റെ പേര് അപ്പുറത്തുണ്ടാവും. അങ്ങനെ മോനെ എന്നാ വിളിക്കുക, അതിന്റെ അപ്പുറത്ത് വേറൊരു പേരുണ്ടാവും. അങ്ങനെയാണോ? ഇത് നമ്മൾ പരിശോധിക്കണം. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരാണ്, നിങ്ങൾ വളരെ മാന്യമായി നന്നായി മനോഹരമായി വിളിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ.
അള്ളാഹ് നമ്മളെ പഠിച്ചത്. നമ്മക്കിപ്പോ നമ്മൾ എന്തെല്ലാം മൂടി മറിച്ചാലും അള്ളാഹിന്റെ മുമ്പിൽ ഒന്നും ഒളിപ്പിച്ചേക്കാൻ കഴിയില്ല. നമ്മക്കിപ്പം നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും, കെട്ടിയോനെയും കെട്ടിയോളെയും വരെ വേണമെങ്കിൽ പറ്റിക്കാൻ പറ്റും. നമ്മളങ്ങനെ അയച്ചല്ല ഞാൻ പറയാം. അതേ സമയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ഒരാൾക്കൊന്നും മറച്ചു വെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അള്ളാഹ്ക്ക് നമ്മൾ ശരിക്കും തിരിയല്ലോ. എന്നിട്ടും അള്ളാഹ് നമ്മളെ വിളിക്കാറ് അല്ലയോ വിശ്വസിച്ചവരെ. ഇതൊരു ആദരവിലാ വിളിക്കുന്നത്. എന്താ പറയുന്നത്? അംഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, മിൻ ത്വയ്യിബാത്ത്, നല്ലതിൽ നിന്ന് ചെലവഴിക്കുക. നല്ലതാണ് നിങ്ങൾ എന്താക്കേണ്ടത്? ചെലവഴിക്കേണ്ടത്. നിങ്ങൾ സമ്പാദിച്ച ഉത്തമ വസ്തുക്കളിൽ നിന്നും, നിങ്ങൾക്ക് നാം ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്നും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ സക്കാത്തിന്റെ ശതമാനം പറയുമ്പോൾ വ്യത്യാസം പറയുന്നുണ്ട്. ചിലതിന് 2.5%, ചിലത് 10%, ചിലത് 20% എന്നൊക്കെ പറയുന്നു. അത് മാറ്റം വരാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പണ്ട് നനയ്ക്കുന്നതിന് ഇത്ര, നനയ്ക്കാത്തതിന് ഇത്ര എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മളും കൂടി മെനക്കെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിന് കുറച്ച് സക്കാത്ത് കൊടുക്കാനേ പറയുന്നുള്ളൂ. വെറുതെ ഉണ്ടായതാണെങ്കിൽ അതിന് കൂടുതൽ ശതമാനം കൊടുക്കണം. ഇനി നിധി പോലെ കിട്ടിയതാണെങ്കിൽ അത് എന്താ പറയാ, ഒരളവിലും കവിഞ്ഞാണ് കിട്ടിയത്, അപ്പൊ അതിന് കൂടുതൽ കൊടുക്കണം. അപ്പൊ അള്ളാഹു ഭൂമിയിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നത്, നമുക്ക് വിത്തെറിയാനേ പറ്റൂ. വിത്ത് മുളച്ചില്ല നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്ന് മുളച്ചു വന്നാലല്ലേ പിന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വളങ്ങളും അതും ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. നമ്മൾ വിതറി വിത്ത് മുളച്ചില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അള്ളാഹു ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു തന്നതും പിന്നെ നിങ്ങൾ സമ്പാദിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ശാരീരിക ശേഷിയും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളത്, ഇത് രണ്ടും, അത് രണ്ടിൽ നിന്നും നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ചെലവഴിക്കണം. എന്താ ചെലവഴിക്കേണ്ടത്? നല്ലതാണ് ചെലവഴിക്കേണ്ടത്. അവിടെ നിങ്ങൾ കാണിക്കേണ്ടുന്ന മര്യാദ എന്താന്ന് ചോദിച്ചാൽ, കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വീകരിക്കാൻ കഴിയാത്ത ചീത്ത വസ്തുക്കൾ ദാനം ചെയ്യാനായി കരുതി വെക്കരുത്. അപ്പോ നിങ്ങൾ കൊടുക്കാൻ നേരത്ത് നിങ്ങൾ മനസ്സിൽ കാണുക, ഞാൻ വാങ്ങണോനും ഓൻ കൊടുക്കണോനാണ് എന്ന് കാണാം. മനസ്സിലായില്ല? ഞാനാണ് കൊടുക്കണത്, പക്ഷെ ഞാൻ എന്ത് വിചാരിക്കണോ? ഞാൻ ഇപ്പൊ ടീച്ചർക്ക് കൊടുക്കാൻ പോവാണെന്ന് വിചാരിച്ചോളൂ, എന്തോ ഒരു സാധനം കൊടുക്കാൻ പോവാ. അപ്പൊ ഞാൻ ഉടനെ സ്ഥാനം മാറ്റി ചിന്തിക്കണം, ഈ സാധനം ടീച്ചർ എനിക്ക് തരികയാണ്, അപ്പൊ എനിക്ക് സന്തോഷാവും. ഞാനിത് റാഹത്തിലാണോ വാങ്ങുക, എനിക്കിത് പ്രയോജനപ്പെടുന്ന സാധനമാണോ? അതാണ് സ്വന്തത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിരുന്നത്. ഇതേ സാധനം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നിട്ട് വാങ്ങൂല എന്ന് പറഞ്ഞാൽ, കണ്ണിങ്ങനെ പൂട്ടിയേക്കുന്ന അർത്ഥത്തിലല്ല, നിങ്ങൾ അത് വലിയ ഇഷ്ടത്തോട് കൂടിയിട്ടല്ല വാങ്ങുക. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അത് കൊടുക്കാതിരിക്കരുത്. അപ്പോ സംഗതി നമ്മളെ മാങ്ങുമെന്ന് പറിച്ച മാങ്ങ തന്നെയാണ്. അത് ഭാഗ്യത്തിന് പൗപ്പിക്കാൻ വെച്ചപ്പോ കുറച്ചേ കിട്ടുകയുള്ളൂ, ബാക്കിയൊക്കെ കിട്ടി. അപ്പൊ കിട്ടിയത് ഇങ്ങനെ കുറച്ച് അയൽവാസിക്ക് കൊടുക്കണം, മറ്റേത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കുമ്പോ എല്ലാ മാങ്ങയും ഒരേപോലെ അല്ല. ആ മാങ്ങ ഇങ്ങനെ മൊത്തം നോക്കുമ്പോ അതിൽ ഏത് കിട്ടിയാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക, അതാ കൊടുക്കണ്ടേ. അതാ കൊടുക്കണ്ടേ. അതേ സമയത്ത് അതിങ്ങനെ കൈ അപ്പുറത്തേക്ക് അങ്ങ് എത്തിപ്പോവുക. എന്താ അങ്ങോട്ട് എത്തിപ്പോണത്? മറ്റേത് നമുക്ക് എന്താ അങ്ങനെ പറയുമ്പോ, അപ്പൊ നമ്മക്ക് തന്നെ അറിയാം ഈ കൊട്ടന്റെ ഉടമയും മാങ്ങന്റെ ഉടമയും മറ്റേ ആളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കൊട്ടയിൽ ഏത് കിട്ടണം എന്നാണ് എനിക്ക് തോന്നുക. എന്നാ അതാണ് കുറ്റി കൊടുക്കുക. എത്ര മനോഹരമാണ്. നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും ഭൂമിയിൽ മുളപ്പിച്ചു തന്നതിൽ നിന്നും നല്ലത് കൊടുക്കുക എന്നതാണ്. ചില ആൾക്കാര് കൂടെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ നമുക്ക് ഒരുപാട് സാധനം തരും, ഓൽക്ക് വേണ്ടാത്ത. ഇത് ഈർത്തോ ആണ്, ഓനെ തിന്നൂല, മറ്റേ ഈർത്തോ. അത് വേറൊരു കേസാണ്, വേസ്റ്റ് ആകുന്നതിന് പകരം ചെയ്യുന്ന ഒരു ചെറിയൊരു പണി. പക്ഷെ കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനല്ല ചെയ്യേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൈസ തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചു, മൂല്യത്തിൽ കുറവൊന്നുമില്ല,
ഏത് 500 നോട്ടിനും ഒരേ മൂല്യമാണ്. എന്നാലും അതിൽ ഈങ്ങിയത് കൊടുക്കുക. കാരണം നല്ലതാണെന്നോട്ടെ ചുളി വീഴാത്തത്, അതിൽ ഈങ്ങിയത് കൊടുക്കുക. ടീച്ചർ കുറെ ഫോർവേഡ് ആണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ ടീച്ചർ ഇല്ല ഇപ്പൊ അങ്ങനെ ഒന്നല്ല, ഇപ്പൊ ആൾക്കാരൊക്കെ നല്ല ഉഷാറായി മാറ്റി വേറെ തന്നെ വാങ്ങിയിട്ട് പോകും. അൽഹംദുലില്ലാ, നല്ലത് അല്ലേ? നല്ലതാണെങ്കിൽ നല്ലത് തന്നെയാണ്. അല്ല 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 അതല്ല. അതെന്താന്ന് വെച്ചാൽ, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും നാം നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ചീത്ത വസ്തുക്കൾ കൊടുക്കരുത്. നിങ്ങൾ അങ്ങനെ കരുതി വെക്കരുത്. തയമ്മം എന്ന് പറഞ്ഞാൽ കരുതുക എന്ന്. അപ്പൊ തയമ്മം ചെയ്യാന്ന് പറയുന്നത് വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അള്ളാഹു പറഞ്ഞു തയമ്മമു സഈദൻ ത്വയ്യിബാ, നിങ്ങൾക്ക് വെള്ളം കിട്ടൂലെങ്കിൽ നിങ്ങൾ നല്ല മണ്ണിനെ കരുതുക എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഭാഷാപരമായി തയമ്മും എന്നതിന് വന്നത്. അപ്പോ ഓരോന്നും പേര് വരുന്നതിന്റെ ഒരു സംഭവം. അപ്പൊ ഇവിടെ പക്ഷേ തയമ്മം ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല, ഭാഷാപരമായാണ് അത് ഉപയോഗിച്ചത്. അതായത് നിങ്ങൾക്ക് കിട്ടിയ സാധനം ഇത് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് ചീത്ത സാധനങ്ങളാവാൻ പാടില്ല. നല്ലതാണ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടത്. ഉപയോഗം കഴിഞ്ഞ് കൊടുക്കുന്നത് വേറൊരു കൊടുക്കലാണ്. അത് കൊടുക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ ഞാൻ ഒരു കുപ്പായം വാങ്ങി, അതിൽ 1-2 ഇടൽ ഇട്ടിട്ടുള്ളൂ, പിന്നെ എനിക്കത് കൊള്ളാതായി, ഞാൻ കത്തിച്ചളയാണോ വേണ്ടത്? അല്ല, അത് കൊള്ളുന്ന ഏതൊരാൾക്ക് കൊടുക്കുക, അത് വേറൊരു സംഗതിയാണ്. അത് ഞാനൊരു ഷൂ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് അത് ഇട്ടിട്ട് നടക്കുമ്പോൾ കാല് വേദന ആവുക, ഒന്നുകിൽ മടമ്പ് കൊള്ളല്ല, വിരൽ എറിഞ്ഞി പോവുക. അപ്പൊ ഞാൻ എന്താക്കണം? അങ്ങ് പുഴയിലേക്ക് എറിഞ്ഞു കളയല്ല ചെയ്യേണ്ടത്, അതിന് പാകമുള്ളൊരു കാലുണ്ടാവും. അപ്പൊ അത് നല്ല തുടച്ച് പോളിഷ് ചെയ്ത് ഉഷാറാക്കി നല്ല ഭംഗിയാക്കി, ഞാൻ എന്തെങ്കിലും ഒരു തകരാറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുന്നി നല്ല പോളിഷ് ചെയ്ത് നല്ലതാക്കിയിട്ട് കൊടുക്കുക. അപ്പോഴും നല്ലതാക്കിയിട്ടാണ് കൊടുക്കണം. ഇയാളെ വേറെ ഉണ്ടാവും, ഈ അങ്ങ് എടുത്തോ എന്ന് പറയുന്നതിന് പകരം അത് നന്നാക്കി കൊടുക്കും. അത് വേറെ, അത് ഉപയോഗിച്ച് കൊടുക്കുന്നു. പക്ഷെ ഈ പറയുന്നത് അതല്ല. ഇത് നിങ്ങൾ കൊടുക്കേണ്ടതായ, നിങ്ങൾ ചെലവഴിക്കേണ്ടതായ സ്വത്തുക്കൾ, നിങ്ങൾ ചെലവഴിക്കേണ്ടതായ പണം, നിങ്ങൾ ചെലവഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, വസ്ത്രങ്ങൾ. ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വെള്ളം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പുണ്യമുള്ള കാര്യമാണ്. അപ്പോ അതൊക്കെ കൊടുക്കുമ്പോൾ നല്ലതാണ് കൊടുക്കാൻ മാറ്റിവെക്കേണ്ടത്. ചീത്ത വസ്തുക്കൾ നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കരുതി മാറ്റിവെക്കുക തന്നെ ചെയ്യരുത്. എന്നിട്ട് അള്ളാഹു അതിനുള്ള ഒരു ഉപാധി പറഞ്ഞു തന്നിരിക്കുകയാണ്, വലസ്തും നിങ്ങൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ചും കൊണ്ടല്ലാണ്ട് സ്വീകരിക്കൂല ആ ചീത്ത സാധനങ്ങൾ. അതല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ചിലപ്പോ വാങ്ങണോൻ അത് വാങ്ങിപ്പോവും, അത് നല്ല നിവൃത്തികേടാണ് അല്ലേ? വാങ്ങണോൻ എന്ത് ചെയ്യും? നമ്മൾ നാട്ടിലൊരു ചൊല്ലുണ്ട്, വെറുതെ കിട്ടിയതിന്റെ പല്ലെണ്ണരുത് എന്ന് പറയും. അപ്പൊ വാങ്ങാൻ വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യൂല, അത് മോശമായി പോയെന്നൊന്നും പറയാൻ നിൽക്കൂല. കാരണം അയാൾക്ക് അത് തന്നെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അപേക്ഷ തന്നിട്ടുണ്ടാവുക എന്തായിരിക്കും? അയാള് അത്രയല്ല. അപ്പോ വളരെ മോശപ്പെട്ട സാധനം കൊടുത്തിട്ട് എന്താ ഓന് കിട്ടിയിട്ട് ഓനെ അതുകൊണ്ട് അങ്ങ് പോയാൽ പോരെ എന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾ ഇതിനുള്ള ആൾക്കാരല്ല, അതൊന്നും നിങ്ങളെ മുതലുമല്ല. അപ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അതൊരു ഭയങ്കര കടുപ്പുള്ള വർത്താനാണ്. നിങ്ങൾ മനസ്സിലായിക്കോളി, പടച്ചമ്പുരാൻ പട്ടിണി എടുക്കണവനല്ല. അപ്പൊ നിങ്ങളുടെ കൊടുക്കൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ മിസ്കീനാണ് കൊടുക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത്? അപ്പോ ഇവിടെ നമ്മളിപ്പോ നമ്മളെ വീട്ടില് ഒരാൾ വിരുന്ന് വരുന്നുണ്ട് വിചാരിക്കുക. ആരുമില്ലാത്ത, ഒന്നുമില്ലാത്ത ഏതോ ഒരു ചങ്ങായിക്ക് നമ്മൾ ചോറ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അതിലേ പോണ ഒരുത്തിന് ചോറ് കൊടുക്കും. അല്ലെ നമ്മളെ നാട്ടിലുള്ള ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യന് നമ്മൾ ചോറ് കൊടുക്കുക. ആ കൊടുക്കുന്ന കൊടുക്കലും നമ്മളെ നാട്ടിലേക്ക് വെച്ച് ഏറ്റവും സമ്പന്നനായ ഒരാൾ, പേരൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, മൂപ്പര് നാട്ടിൽ എന്തോ പരിപാടിക്ക് വരുമ്പോ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക.
അയാൾക്ക് നമ്മൾ കൊടുക്കണമെന്ന് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. വിഭവങ്ങളിൽ മാറ്റം ഉണ്ടാവും, അല്ലേ? വിളമ്പി കൊടുക്കണ നമ്മളുടെ നൃത്തത്തിൽ മാറ്റം ഉണ്ടാവും, നമ്മളെ മനസ്സിൽ മാറ്റം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആദ്യം പറഞ്ഞ ആൾക്ക് കൊടുക്കുമ്പോൾ നമ്മളെ സൗകര്യത്തിനുള്ള മെനു ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുക ചെയ്യാം. മോനെന്താങ്ങ് തിന്നാ പോരെ. മറ്റേത് അയാൾ എന്താ കഴിക്കാന്ന് അന്വേഷിച്ചിട്ട് അയാൾക്ക് പറ്റുന്ന സാധനം പറ്റുന്ന കോലത്തിൽ, അറബിക് ഫുഡ് ആണെങ്കിൽ അങ്ങനെ, വേറെന്തോ ഫുഡാണ് കോണ്ടിനെന്റൽ അങ്ങനെ, ഇത് കൊടുക്കുക ചെയ്യും. അപ്പോൾ ഒരു സമ്പന്നനായ ആൾക്ക് കൊടുക്കുന്നതും ഒന്നുമില്ലാത്തവന് കൊടുക്കുന്നതും തമ്മിലുള്ള നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, അള്ളാഹു അതിലും കൊണ്ട് ശരിക്കും ചൊരണ്ടിട്ടാണ് പറയുന്നത്. അള്ളാഹു ഗനിയാണ് ട്ടോ, അള്ളാഹു ഗനിയാണ് ട്ടോ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് എന്താവണം? നല്ലതാവണം. നിങ്ങൾ നമ്മളെത്തും ഇല്ലാത്ത എന്തോ സാധനം കൊടുക്കണമെന്നല്ല ഈ പറയുന്നത്. നമുക്ക് തന്നെ ആവതില്ലെങ്കിൽ നമ്മള് ആവതില്ലാത്തവൻ പോയിട്ട് ലോൺ എടുത്ത് കൊടുക്കണമെന്നൊന്നല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒരു സാധനമായിരിക്കണം കൊടുക്കുന്നത്. ഞാൻ നല്ല പീടിയ ചായ കുടിക്കാൻ, നമ്മൾ ചങ്ങായിന്റെ പീടിയല്ലേ, അപ്പൊ ചായയും കടിയൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇയാൾ അണ്ടിപ്പരിപ്പ് തിന്നുകൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നു. അയാൾ സ്വന്തം തിന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു കൈമൽ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കിത് വേണോ? ഞാൻ വേണോന്ന് ചോദിക്കാൻ കാരണം നിലത്ത് വീണത് എടുത്ത് തുടച്ച് ഞാൻ തിന്നാണ്. ഞാൻ തിന്നുന്നുണ്ടല്ലോ ഉള്ള ധൈര്യത്തിലാണ് നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചത്. അപ്പൊ അയാൾ കുപ്പി മാറ്റിയിടുമ്പോ കുറച്ച് നിലത്ത് പോയിട്ട്, അത് വിൽക്കാൻ പറ്റൂലല്ലോ ഇപ്പൊ ഏതായാലും, നിലത്ത് വീണ സാധനം അങ്ങനെ വിൽക്കണ്ട എന്നാൽ അയാളൊരു നന്മയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്ത് പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി. അപ്പൊ അയാൾക്ക് സ്വന്തം തിന്നാലോ. അപ്പൊ ഞാൻ അയാളുടെ സുഹൃത്ത് എന്നുള്ള ആൾക്കാരനോട് ചോദിക്കുകയാണ്, ഞാന് തിന്നുന്നത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണോ? കുപ്പി നിർത്തരാണെങ്കിൽ വേണോന്ന് ചോദിക്കാണ്ട് തരിക ചെയ്യാം. അപ്പൊ ഇത് നിലത്ത് വീണതായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അയാൾക്ക് അത് കൊടുക്കണേന് കുഴപ്പമില്ല. എന്താ കാരണം? അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? സംഗതി നിലത്ത് വീണുള്ളൂ, നിലം നല്ല നിലക്കെ തന്നെയാണ്, കുഴപ്പമില്ല. അപ്പൊ അയാൾ അത് തിന്നുന്നുണ്ട്. പക്ഷെ അയാൾ വിൽക്കൂല. കാരണം വാങ്ങുന്ന ഒരാൾ ഒരിക്കലും നിലത്ത് വീണ ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിക്കൂല എന്നുള്ളത് കൊണ്ട് അയാൾ വിൽക്കുന്നില്ല. അത് അയാളുടെ സൂക്ഷ്മത. പക്ഷേ അയാൾ സ്വയം തിന്നുന്നു എന്നത് കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം? അത് പറഞ്ഞും കൊണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ നമ്മളെ ആ സ്ഥാനത്ത് നിർത്തിയാൽ മതി. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ സ്വീകരിക്കുമോ, നമ്മൾ ഇത് ഇഷ്ടപ്പെടുവോ എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അള്ളാഹു ഗനിയാണ് കേട്ടോ. അള്ളാഹു എന്തല്ല, 10 പൈസക്ക് ഇല്ലാത്ത ആളല്ല കേട്ടോ. അള്ളാഹ് ഗനിയാണ്. പിന്നെ അതിൽ വേറെ ഒരർത്ഥം, അള്ളാഹ്ക്ക് ഓന് നേരിട്ട് കൊടുക്കാൻ കഴിയാത്തോണ്ടല്ല കൊടുക്കാത്തത് കേട്ടോ. അതിന് മനസ്സിലായിക്കോ. ഓന് വേറെ നിലക്ക് കൊടുക്കാനും അള്ളാഹ്ക്ക് കഴിയും. ഇത് അവന് കൊടുക്കുന്നതിലൂടെ നിനക്ക് പുണ്യം കിട്ടാനാണ് അള്ളാഹ് നിന്റെ അടുത്ത് തന്നേൽപ്പിച്ചത് ഓന് കൊടുക്കാനുള്ളത്. മനസ്സിലായോ? അതിലൂടെ അള്ളാഹു നിന്നോട് വലിയ ഔദാര്യം കാണിക്കുകയാണ് ചെയ്തത്. നീ ഓനോട് ഔദാര്യം കാണിക്കല്ല ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു നമ്മളെ മനസ്സിനെ എത്രത്തോളം നിർമ്മലമാക്കുകയാണ്. നമ്മളെ കൊടുക്കണവന്റെ മനസ്സ്, ഭൗതികനാണെങ്കിൽ കൊടുക്കണവന്റെ മനസ്സ് എന്തായിരിക്കും? ഞാൻ അവനോട് വലിയ ഔദാര്യം ചെയ്യാന്നുള്ള. അള്ളാഹ് നമ്മൾ പഠിപ്പിച്ചു തരണം. അല്ല, നീ അവനോട് ഔദാര്യം ചെയ്യല്ല ചെയ്യുന്നത്. അള്ളാഹ്ക്ക് വേണേ ഡയറക്റ്റ് ഓന് കൊടുക്കാൻ കഴിയും. പക്ഷെ അള്ളാഹു ഓന് കൊടുക്കാനുള്ള നിന്റെ അടുത്ത് തന്നേൽപ്പിച്ചു. എന്തിനാണ്? അത് കൊടുക്കുക വഴി നിനക്ക് പുണ്യം കിട്ടണം. അപ്പൊ നിന്നോട് അള്ളാഹ് കാണിച്ച ഔദാര്യമാണ് നിന്റെ കയ്യിൽ അവന് കൊടുക്കാനുള്ളത് തന്നേൽപ്പിച്ചത്. പിന്നെ അത് കൊടുക്കുന്നോട്ട് ഈ എന്താക്കരുത്, അതില് നടത്തിയിട്ട് നല്ലതൊക്കെ വാങ്ങാനെടുത്ത് മറ്റേത് അങ്ങോട്ട് കൊടുക്കുമ്പോ തന്നെ ഭയങ്കരമായി അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ അള്ളാഹു ഹമീദാണ്. ഹമീദ് എന്ന് പറയുന്നത് സ്തുത്യർഹൻ. സ്തുത്യർഹൻ എന്ന് പറഞ്ഞാലും പോരാ, നിങ്ങൾ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ഒക്കെ അള്ളാഹു സ്തുത്യർഹനാണ്. അപ്പൊ നമ്മളൊക്കെ ഓരോന്നാകുന്നത് നമ്മളെ പുകഴ്ത്ത ഓരോരുത്തരും ഡൗൺലോഡല്ലേ, അല്ലേ? നല്ല അമ്മോനാണ്, നമ്മളെ കുടുംബത്തിന് വേണ്ടപ്പെട്ട ആളാണ് എന്നൊക്കെ 4 ആള് പറയുമ്പോഴല്ലേ ഒരുത്തൻ കാരണവനാവുന്നത്, അല്ലേ? അങ്ങനെ പറയാൻ ആളില്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണം? ആർക്ക് വേണ്ട. എന്നാ റബ്ബ് അങ്ങനെയല്ല. നമ്മളെല്ലാരും കൂടി അൽഹംദുലില്ലാഹ് എന്ന് അറിഞ്ഞപ്പോ റബ്ബ് അങ്ങോട്ട്
അങ്ങനല്ല, നിങ്ങൾ സ്തുതിച്ചാലും ഇല്ലെങ്കിലൊക്കെ അള്ളാഹു സ്തുത്യർഹനാണ്. അശ്ശൈത്വാൻ, ശൈത്താൻ എന്താണ് ചെയ്യുന്നത്? യഇദുക്കും, നിങ്ങളെ പേടിപ്പിക്കും. ആ ആ ആ നല്ല ചോദ്യം. അത് ചോദിക്കേണ്ടത് തന്നെ ഒരു ചോദ്യം. അത് ഒരുത്തന്നെ ഒരാൾ വാച്ച് കൊടുത്തിട്ട് ഓൻ കുടുങ്ങിപ്പോയി. അത് ഞാൻ മുമ്പ് എപ്പോഴും നിങ്ങൾ പറഞ്ഞു തന്നു. ഒരുത്തന്നെ വാച്ച് കൊടുത്തിട്ടേ ഓനോ ഇന്നുപോയി. കാരണം എന്താന്ന് വെച്ചാല് ഓൻ സാധാരണ ആരടുത്തും എന്തെങ്കിലുമൊക്കെ കിട്ടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പോയി നിന്നാൽ എന്ത് ചെയ്യും വെച്ചാല് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ഒരാൾ ഒരു ദിവസം നല്ല റാഡോ വാച്ച് കൊടുത്തു. അപ്പൊ അയാളാവും കെട്ടിയിട്ട് വൈകുന്നേരം വരെ നടന്നിട്ട് മഹ്ലൂക്ക് ഒന്നും കൊടുത്തില്ല. ഇയാൾ ആകെ ഇടങ്ങേറായിട്ട് എന്താ ഇപ്പൊ ഇന്ന് പറ്റി, ഇന്നത്തെ ദിവസത്തിന് രാവിലെ തന്നെ വാച്ചിട്ടിപ്പോ അന്ന് നല്ല ദിവസമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇത്ര മുന്തിയ വാച്ചിട്ടല്ലോ. വൈകുന്നേരം വരെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഈ കിട്ടാൻ പോണോ ചങ്ങായി ഇതൊക്കെ ഇട്ട് നടക്കുമ്പോ ആൾക്കാരെന്താ വിചാരിക്കുന്നത്? ഓന്റെ ആടോ വാച്ചും കെട്ടി നടക്കുകയാണെന്ന് വിചാരിച്ച ഒന്നും കൊടുത്തില്ല. അങ്ങനെ ഒരുത്തനെ നമ്മൾ കുടുക്കിക്കളയരുത്. അപ്പോ യഥാർത്ഥത്തിൽ ഈ ഇഹ്സാൻ എന്ന് പറയുന്നത് അപ്പോ അതിപ്പോ ചില ആളുകൾ പറയും പിന്നെ ഭാര്യമാരോട് നീതി കാണിക്കണം. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്. അപ്പോ രണ്ടാളോടുള്ള നീതി എങ്ങനെയാ വെച്ചാൽ രണ്ടാൾക്ക് ഒരേ പുള്ളിയുള്ള ചുരിദാർ, രണ്ടാൾക്ക് ഒരേ പോലുള്ള ചെരുപ്പ്, ഇങ്ങനല്ലല്ലോ. ഒരാൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുന്നു, മറ്റേ ആൾക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കുന്നു. അപ്പോഴാണ് നീതിയാവുക. അപ്പൊ അതുപോലെ നമ്മള് ഒരാളെ അയാൾക്ക് ഏറ്റവും ഹൈറായതും സന്തോഷം നൽകുന്നതും അയാൾക്ക് ഇഷ്ടകരമായതുമായ സംഗതിയാണ് നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടത്. അതിലൊന്നും തർക്കമല്ല. അല്ലെങ്കിൽ അയാൾ കുടുങ്ങിപ്പോവും. പിന്നെ അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയൂല. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു വണ്ടി വാങ്ങിക്കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് എനിക്കൊരു BMW വാങ്ങി തന്നാൽ ഞാനും കൊണ്ടുപോയി പോവില്ലേ? കാരണം അതിനകത്ത് എണ്ണ അടിക്കാനോ അത് സർവീസ് കൊടുക്കാനോ അതിന്റെ ഒരു കണ്ണാടി പറ്റിയാൽ മാറ്റാനോ എന്നെ കൊണ്ടാവൂല. അങ്ങനെ മനസ്സിലായോ? അപ്പൊ തരുമ്പോ മുന്തിയ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് തന്നിട്ട് കാര്യമില്ലല്ലോ. ഞാനിത് എന്താക്കാനാണ്? സ്ലിപ്പാവൂലേ? ഞാൻ വാങ്ങിയ വേറെ വിറ്റിട്ട് എനിക്ക് പറ്റുന്ന ഒരു സാധനം ഞാൻ വാങ്ങേണ്ടി വരും. അതൊക്കെ അതിലുള്ള ഇഹ്സാൻ എന്താണ്? നമ്മുടെ ഉദ്ദേശം നമ്മൾ നല്ലത് കൊടുക്കുക എന്നാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാന്ന് ചോദിച്ചാല് ഇപ്പൊ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാമല്ലോ. നമ്മൾ കെട്ടിപ്പോയി തന്നെ ഒരു പുരയെ തന്നെ 14 ഇഡ്ഡലി ചെമ്പ് പുരയെ കൂടെ ലൈഞ്ഞു വെക്കുമ്പോ ഇത്രയും ഇഡ്ഡലി ചെമ്പ് എന്തിനാ ഒരാൾക്ക്? അല്ല, ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയ പുരയത്. അപ്പോ അതിനേക്കാൾ നല്ലത് ഗിഫ്റ്റ് വൗച്ചർ കൊടുത്താൽ അയാൾക്ക് പീടിയെ പോയി ഇഷ്ടമുള്ളത് വാങ്ങാലോ. മനസ്സിലായത്? ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഷൈത്താൻ എന്ത് ചെയ്യുന്നു? യഇദുക്കും, നിങ്ങളെ പേടിപ്പിക്കുന്നു. അൽ ഫഖർ, ദാരിദ്ര്യത്തെ പറ്റി പേടിപ്പിക്കുന്നു. വയഅ്മുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ബിൽ ഫഹ്ശാ, നീച പ്രവൃത്തികൾക്ക്. അവിടെയാണ് പലരും എന്താകുന്നത്? ലുബ്ധ് കാണിക്കുന്നത്. ശൈത്താൻ വന്നിട്ട് പറ, അല്ല എന്താ ഇപ്പൊ എന്റെ വിചാരം, ഇതൊക്കെ കൊടുക്കുക, പിന്നെ അനക്കെന്താ ഉണ്ടാകുക? അവസാനം ഒന്നും ഇല്ലാണ്ടാവും കേട്ടോ. ഒന്നും ഇല്ലാണ്ടായാൽ എനിക്കൊരു വില ഉണ്ടാവൂല, പിന്നെ നന്നെ നോക്കാനും ആരുണ്ടാവൂല. ഇപ്പൊ ഇതെല്ലാവർക്കും കൊടുത്തു ഇങ്ങനെ നടക്കുമ്പോ ആള് തോന്നുന്നുണ്ടാവും, അവസാനം എന്റെ അടുത്തൊന്നും ഉണ്ടാവൂല കേട്ടോ, നീ ഫക്കീറായി പോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് പേടിപ്പിക്കും, ശൈത്താൻ പേടിപ്പിക്കും. എന്നാലോ അതേ ശൈത്താൻ തന്നെ പറയും, ജീവിതം ഒന്നേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് അടിച്ചു പൊളിച്ചോ, അതുകൊണ്ട് ഈ എന്ത് ചെയ്തോ, ചെലവാക്കിക്കോ. എന്തിന്? അവനാനും വേണ്ടാത്ത ചെലവാക്കാനും പറയും. അപ്പൊ നല്ലത് കൊടുക്കുമ്പോ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. അതേ സമയത്ത് തോന്നിയാസം ചെയ്യാൻ, മദ്യപിക്കാൻ, മയക്കുമരുന്ന് ഇതാക്കാൻ, അല്ലെങ്കിൽ നല്ല നല്ല വെറുതെ ദൂർത്തടിച്ച് കളയാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ചില ആൾക്കാര് ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും അവരെന്ത് ചെയ്യും? അടിച്ചു കൊടുക്കും. ഫ്രണ്ട്സിനെ വിളിച്ചു കൂട്ടിയിട്ട് കണ്ടമാനം ചെലവഴിക്കണേന് ഒരു ബേജാറും ഉണ്ടാവില്ല. ആ വിഭവങ്ങളിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് വേണ്ടാന്ന് വെച്ചാൽ ആ പൈസ കൊണ്ട് വേറൊരാൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ കൊടുക്കാൻ പറ്റും. പക്ഷെ അപ്പൊ അവിടെ എന്ത് ചെയ്യൂല അവര്?
കൊടുക്കൂല. അവരവിടെ ഒരുപാട് കണക്ക് പറയും, ഞാൻ അങ്ങനെ എങ്ങനെ. ചില ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് തോന്നും ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന്. കാരണം ഓല എല്ലാ സങ്കടപ്പാടും കൂടി പറയും. ഖൗലും മഅറൂഫ്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നല്ലതേ ഓരോട് പറയാവൂ, അല്ലാണ്ട് വന്നോനെ നിങ്ങൾ എന്താക്കരുത്, നിങ്ങളെ സകലതും പറഞ്ഞ് ബേജാറാക്കരുത് എന്നാണ്. ഇനി അള്ളാഹു എന്താ ചെയ്യുന്നത്? വല്ലാഹു യഅിദുക്കും, അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതും അതേ വാക്ക് തന്നെയാണ്. അത് ശൈത്താൻ ആയതുകൊണ്ടാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയാതിരുന്നത്. മഗ്ഫിറത്തൻ മിൻഹു, അവനിൽ നിന്നുള്ള പാപമോചനം, വഫളൻ, അനുഗ്രഹവും. അപ്പൊ നിങ്ങൾ കൊടുത്താൽ നഷ്ടപ്പെടൂല കേട്ടോ, കൊടുത്തത് നിങ്ങളടുത്ത് ഉണ്ടാവും കേട്ടോ. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു ആരാണ്? വിശാലതയുള്ളവനും സർവജ്ഞനും ആകുന്നു. നിങ്ങളിപ്പോ വെറുതെ ഇരുന്നിട്ട് ഒരു 20 കൊല്ലം മുമ്പുള്ള ഒരു കാര്യം വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കും. വെറുതെ ഒന്ന് ആലോചിച്ചു, മനസ്സിൽ പെട്ടെന്ന് ഒരു 20 കൊല്ലം മുമ്പുള്ള ഒരു കാര്യം ആലോചിച്ചു. എന്തോ ഒരു കാര്യം, കല്യാണോ സൽക്കാരോ മോള് വെച്ചതോ എന്തോ ആയിക്കോട്ടെ, 20 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിനകത്ത് ആയോ? പെട്ടെന്ന് അങ്ങ് പോയില്ലേ 20 കൊല്ലം അല്ലേ? ആയോ? ആയി. നിങ്ങളെ വയസ്സ് എത്ര എന്ന് ആലോചിച്ചു. ഇപ്പൊ നിലവില് ആലോചിച്ചില്ലേ? അതിനോട് 20 കൂട്ടി വെക്ക്, അപ്പൊ എത്ര ആവും? കൂട്ടി വെക്ക് നിങ്ങള്, എത്ര ആവും അല്ലേ? അതിനെക്കാട്ടൊക്കെ അപ്പുറം കിട്ടുമോ? സാധ്യത വളരെ കുറവാണ്, സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഒരാൾ പറയാണ്, പിന്നെ അയാൾക്ക് 70 വയസ്സായി, വയസ്സനാ. ഞാൻ വിചാരിച്ച പഠിച്ചു തമ്പനാന്, അപ്പൊ ഞാനും അങ്ങോട്ട് എത്താകെ 22 കൊല്ലത്തെ പ്രശ്നമുള്ളല്ലോ. 22 കൊല്ലം എന്ന് പറയുന്നത് ഞാൻ ബാക്കിലേക്ക് ആലോചിച്ച് നോക്കുമ്പോ അതിനകത്തൊന്നും ആലോചിക്കാറില്ല. അത് മുന്നിലേക്ക് ആലോചിക്കുമ്പോ അതിൽ നമ്മൾ എത്തിയില്ലേ. ഒരാൾ മരിച്ചപ്പോ പറഞ്ഞാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ അയാൾ 70 വയസ്സായിരുന്നു, അയാൾ മരിച്ചുപോയി, അതിനിപ്പോ എന്താന്ന് വെച്ചാൽ അയാള് മരിക്കാനല്ലേ വേണ്ടി, പിന്നെ വെറുതെ നടക്കുക എന്നുള്ള നിൽക്കാണ്. അവിടേക്ക് എത്താൻ നമ്മളെ ആയുസ്സിൽ ഇനി എത്ര ബാക്കി നോക്കുമ്പോഴാണ്. അപ്പൊ എന്നിട്ട് പിന്നെ എന്തിനാ അതും പിടിച്ച് ഇങ്ങനെ നടക്കുക നമ്മള്? അങ്ങനെ ആലോചിക്കണം. എന്നിട്ട് നമ്മളിത് കൊടുക്കാന്നതിനോ ഒരു സംഗതിയിലൊക്കെ ഭയങ്കര ഇങ്ങനെ അങ്ങനെ 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 മുറുക്കി നടക്കുക. എന്തിനായി മുറുക്കി നടക്കുന്നത്? എവിടം വരെയാണത്? ശൈത്താൻ നമ്മളോട് പറയാൻ കൊടുക്കല്ലേ, അന്റെ മക്കൾക്കൊന്നും ഉണ്ടാവൂലേ, എന്നിട്ടോ ഒന്നും കൊടുക്കാതെ ഉണ്ടാക്കിയത് മക്കൾ എത്ര ദിവസം കൊണ്ടാ ചെലവാക്കുക എന്നുള്ളതും കൂടി ആലോചിച്ചാൽ മതി. ഇങ്ങനെ കുറച്ച് ദിവസത്തിന്റെ കണക്കൊക്കെ നമ്മൾ എടുക്കുക, ആലോചിക്കണം, നല്ലതാണ് ഇൻഷാ അല്ലാഹ്. മഗ്ഫിറത്തൻ മിൻഹു വഫള, അള്ളാഹു എന്ത് ചെയ്യുന്നു? അവരിൽ നിന്നുള്ള പാപമോചനവും അനുഗ്രഹവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വാസിആണ്. നമ്മളിപ്പോ നേരത്തെ ആയത്തുൽ കുർസിയിൽ പറഞ്ഞിരുന്നു, വസിയ കുർസിയുഹു സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വാസിആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദാത്ത് എല്ലായിടത്തും ഉണ്ടാവും എന്നല്ല. ഈ ഇവര് പറയണ മാതിരി തൂണിലും തുരുമ്പിലും ഒക്കെ പോയി നിൽക്കും എന്നതല്ല. പിന്നെന്താണ്? അള്ളാഹുവിന്റെ അറിവും അധികാരവും എല്ലായിടത്തും ഉണ്ടാകും. യുത്തിൽ ഹിക്മത മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ തത്വജ്ഞാനം നൽകുക. അങ്ങനെ തത്വജ്ഞാനം നൽകപ്പെട്ടവൻ, ഹിക്മത്ത് നൽകപ്പെട്ടവൻ, അവന് അള്ളാഹു ധാരാളം നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, എന്നാൽ ഈ ബുദ്ധിമാന്മാര് മാത്രമേ എന്താവുന്നുള്ളൂ? പാഠങ്ങൾ പഠിക്കുന്നു. അപ്പോൾ അൽ ഹിക്മത്ത് എന്ന് പറയുന്ന ഒരു പദമാണ് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പല തവണ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് അത്. അതിനെ സംബന്ധിച്ച് പറയുന്നത് ഇസാബത്തുൽ ഹഖ് ബിൽ ഇൽമി വൽ അമൽ എന്നാണ്. അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും സത്യത്തെ പ്രാപിക്കുക എന്നാണ്. അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും സത്യത്തെ പ്രാപിക്കുക എന്നതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും സത്യത്തെ പ്രാപിക്കാനുള്ള ശേഷി ലഭിക്കുക എന്നതാണ് ഹിക്മത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ. ലുക്മാനുൽ ഹക്കീമിന് നൽകി എന്ന് പറയുന്നത് ആ ഹിക്മത്താണ്. ആ ഹിക്മത്ത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും. അങ്ങനെ ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ അയാൾക്ക് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ നേട്ടങ്ങളൊന്നും ഭൗതികമായിട്ട് നോക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. അത് കാണാൻ കഴിയണമെങ്കിൽ
അത് അൽബാബ് ബുദ്ധിമാന്മാർക്ക് മാത്രമേ കഴിയൂ എന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.